ചോദിക്കട്ടെ മൗലവിമാരെ, സദാ ദഅവാ കോളേജിൽ MA-ക്ക് പഠിക്കും, MBA-ക്ക് പഠിക്കുന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് അവർ PG എടുക്കും. അതേ സമയത്ത് പണ്ഡിതന്മാരാകും. അതിന് ദഅവാ കോളേജ് നടക്കുന്നുണ്ട്. ചോദിക്കട്ടെ മൗലവിമാരെ, നിങ്ങൾക്ക് ഞാൻ പിരിവെടുക്കുന്നതിന് വിഷമമുണ്ടല്ലേ? പിരിവെടുത്തിട്ട് നിങ്ങളെ പോലെയല്ല ഞാൻ പിരിവെടുത്തതിൽ എന്റെ സംഘടനയിൽ ഒരാൾക്കും ഇന്ന് വരെ തർക്കമുണ്ടായിട്ടില്ല, എന്റെ നേതാക്കൾക്കുണ്ടായിട്ടില്ല, എന്റെ കൂടെയുള്ളവർക്കുണ്ടായിട്ടില്ല. നിങ്ങൾ പിരിവെടുത്തിട്ടോ മൗലവിമാരെ? നിങ്ങൾ പിരിവെടുത്തിട്ടുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മഖബറ പൊളിക്കണമല്ലേ? ഞങ്ങളെ മഖബറ പൊളിച്ചത് കൊണ്ടാണ് ഞാൻ കുറ്റ്യാടിയിൽ പോയി ഓല ഷെഡ് കെട്ടിയിട്ട് എനിക്ക് എന്റെ വീട്ടിൽ തലയണി വെക്കാനും കിടക്കയിടാനും വല്ല തന്നിട്ടുണ്ട്. ഞാൻ നാദാപുരത്തുനിന്നാ പറയുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഇന്ന് വരെ ഓ മൗലവി നിങ്ങളെ പോലെ ജീവിച്ചിട്ടില്ല, ഇന്ന് വരെ ശമ്പളം പറ്റിയിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ പോലെ ജീവിച്ചിട്ടില്ല. ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് റബ്ബിന്റെ ദീനിന് വേണ്ടി ഓല ഷെഡ് കെട്ടി അതാ ഇഷ്ടികയും തലയ്ക്ക് വെച്ച് ഞാൻ സിറാജുൽ ഹുദയിൽ ധാരാളം കൊല്ലങ്ങളോളം കിടന്നിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്കതിൽ അസൂയയുണ്ടല്ലേ? അത് പൊളിക്കാൻ വേണ്ടി ഒരു മൗലവിയെ നാദാപുരത്ത് കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചാൽ അത് നടക്കുമെന്ന് തോന്നിപ്പോയി അല്ലേ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കുറെ ആള് പോയി നിന്നു കൊടുത്താൽ പേരോട് ഒലിച്ചു പോകുമെന്ന് തോന്നിയല്ലേ? എന്നാൽ ഈ കരയുദ്ധത്തിൽ നിങ്ങളെ അതാ കിടത്തേണ്ട സ്ഥലത്ത് കിടത്തിയിട്ടല്ലാതെ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ശരിക്കും കേട്ടോളം സിറാജുൽ ഹുദയുടെ സമ്മേളനമായതുകൊണ്ട് നിങ്ങൾക്ക് മറുപടി പറയില്ല എന്ന് തോന്നിയോ? നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിനെതിരെ ഇബ്ലീസും അനുയായികളും യഹൂദികളും ചാരന്മാരും ലോകത്തെവിടെ വന്നോ അവരെ ഒന്നും ജീവൻ ബാക്കിയുള്ള കാലത്തോളം നിലനിർത്തുകയില്ല. അവരാശയം പൊളിച്ചേ മടങ്ങൂ, സംശയം വേണ്ട.